കുഞ്ഞുങ്ങളായ ആത്മജ മഹാദേവിൻ്റെയും ഓം പരമാത്മയുടെയും അച്ഛനമ്മമാരാണ് വിജയ് മാധവും ദേവിക നമ്പ്യാരും. രണ്ടു ചെറിയ കുഞ്ഞുങ്ങളെ നിലത്തു വയ്ക്കാതെ വളർത്തി വലുതാക്കേണ്ട ചുമതലയുമായി ഇരുവരും തിരക്കിലാണ്. അതിനിടയിൽ പ്രേക്ഷക ആരാധക ലക്ഷങ്ങൾ അവരെ ഫോളോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സജീവമാക്കി നിലനിർത്തുകയും വേണം. പണ്ട് ദേവികയും വിജയ് മാധവും കൂടി പാട്ടുപാടുന്ന ദൃശ്യങ്ങളാണ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ അടക്കി വാണിരുന്നതെങ്കിൽ ഇപ്പോൾ മകൻ്റെയും മകളുടെയും ചിരിയും കരച്ചിലും കൊഞ്ചലുമാണ് ഇവിടെ നിറയുന്നത്. എടോ താൻ നായിക പോലുള്ള വിളിയാണ് വിജയ് മാധവ് പലപ്പോഴും ദേവിക നമ്പ്യാരോട് എടുക്കാറ്. വിജയ് പാട്ടുകാരനും ദേവികയെ സിനിമാ സീരിയൽ അഭിനേത്രിയുമായാണ് പ്രേക്ഷകർക്ക് പരിചയം. ഒരു വേള ചാനൽ പരിപാടികളുടെ അവതാരകയായും ദേവിക നമ്പ്യാർ തിളങ്ങിയിട്ടുണ്ട്. വിവാഹശേഷം ദേവിക പൂർണ്ണസമയവും വീട്ടമ്മയാണ്. അധികകാലം കഴിയും മുൻപേ അവർക്ക് മൂത്ത മകനായ ആത്മജ മഹാദേവ് പിറന്നു. പിന്നീട് മകന് 1 വയസ്സ് പിന്നിട്ടതും മകൾ പരമാത്മയും. പലപ്പോഴും സോഷ്യൽ മീഡിയ ലോകത്ത് ട്രോൾ ചെയ്യപ്പെടാറുള്ള ആൾ കൂടിയാണ് വിജയ് മാധവ്. വിജയ് മാധവിൻ്റെ സംസാര രീതിയും മറ്റും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. ദേവികയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാറില്ല എന്നെല്ലാമാണ് പലർക്കും പരാതി. എന്നിട്ടും യാതൊന്നും എതിർത്തു പറയാതെ മൗനം പാലിക്കുന്ന പ്രകൃതക്കാരിയാണ് ദേവിക എന്നും ചിലർക്ക് വിഷമം. വിജയ് മാധവിനെ ഡിവോഴ്സ് ചെയ്തുകൂടെ എന്ന് പോലും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് പറയുന്നവർക്ക് എന്തെളുപ്പം എന്നായിരുന്നു ദേവിക നമ്പ്യാരുടെ പ്രതികരണം. വിവാഹത്തിനു മുൻപേ ദേവികയുമായി അടിച്ചുപിരിഞ്ഞ രസകരമായ ഒരു സന്ദർഭം ഇപ്പോഴിതാ വിജയ് മാധവ് അവതരിപ്പിക്കുന്നു. അനുജത്തിയുടെ വിവാഹവേളയിലെ ഒരു ചിത്രം പങ്കിട്ടുകൊണ്ടാണ് വിജയ് മാധവ് അതേപ്പറ്റി കുറിക്കുന്നത്. അന്ന് വിജയ് മാധവും ദേവിക നമ്പ്യാരും വിവാഹിതരല്ല. മെയ് 5, 2016 ഉച്ചയ്ക്ക് 1:42 എൻ്റെ അനുജത്തിയുടെ കല്യാണത്തിന് ഈ പടം എടുത്ത ഒറ്റ കാരണം കൊണ്ടാണോ ഞാനും ദേവികയും ഒരുമിച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ അടിച്ചു പിരിഞ്ഞ് ഇനി ഈ ബന്ധം ശരിയാവില്ല എന്ന് ഉറപ്പിച്ച് ദേവികയെ ഞാൻ ഫോണിൽ ബ്ലോക്ക് ചെയ്തു. സമാധാനമായിട്ട് വീട്ടിൽ TV കണ്ടു കിടന്നപ്പോഴാണ് എൻ്റെ അനിയത്തി നന്ദു ഈ പടം അയച്ചു തന്നിട്ട് വെറുതെ അഹങ്കാരം കാണിക്കാതെ ഈ കൊച്ചിനെ കെട്ടാൻ നോക്ക്. കണ്ടില്ലേ, നിങ്ങൾ ബെസ്റ്റ് ജോഡിയാണ്. ഇതിലും നല്ലതൊന്നും ഇനി നിനക്ക് കിട്ടാൻ പോണില്ല എന്നൊക്കെ അവളുടെ ഭാഷയിൽ പറഞ്ഞത് എന്നെ ചിന്തിപ്പിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും ഒരുമിക്കാൻ കാരണമായത്. ഓരോരോ ജീവിതങ്ങൾ വന്ന വഴികൾ ഇടക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ആരോ നിശ്ചയിച്ചത് നമ്മൾ വെറുതെ ജീവിക്കുകയല്ലേ എന്ന് തോന്നിപ്പോകുമെന്ന് വിജയ് മാധവ് പറഞ്ഞു. നന്ദി പറയേണ്ടത് അപ്പോൾ നന്ദുവിനോടാണല്ലേ എന്നാണ് ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലെ ഒരാളുടെ കമൻറ്റ്. അനുജത്തിയും കുടുംബവും വിദേശത്താണ് താമസം. വിജയ് മാധവിൻ്റെ മകനെ കാണാനും മറ്റും അവർ നാട്ടിൽ വന്ന വിശേഷം അവരുടെ ഹാൻഡിലിൽ എത്തിച്ചേർന്നിരുന്നു.